എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ നാളായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ കൃത്യമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങും ഗൈസ്. അപ്പം നിങ്ങൾക്കൊരു സർപ്രൈസുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. സാധാരണ ഞാൻ അറബിക് കാലിഗ്രഫിയുടെ വീഡിയോസൊക്കെയാണല്ലോ ഇടുന്നത്. അപ്പം ഇന്ന് മുതലെന്ന് വെച്ചാൽ ഞാൻ അറബിക് കാലിഗ്രഫിയുടെ വീഡിയോ ഇടും. വാട്ടർ കളർ പെയിൻറ്റിങ്, ഡ്രോയിങ്, ക്രാഫ്റ്റ് വർക്ക്സ് ഇതൊക്കെ ഞാൻ ഈ ചാനലിൽ ഇടും ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡ്രോയിങ് ആർട്ടിനും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ്. നമ്മളിന്ന് വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർ കളർ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂബെറിയാണ് ഗൈസ്. ബ്ലൂബെറിയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ. ഒന്നാമത്തെ കാര്യം നമുക്ക് പേപ്പറാണ് വേണ്ടത്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ബ്രഷസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ വെള്ളം ഇരിക്കുന്നു ഗൈസ്. ഇത് വെള്ളത്തോടെ എടുത്ത് കാണിച്ചു തന്നാൽ ഇതിൻ്റെ പേപ്പർ പോവും ഗൈസ്. ഇതൊക്കെയാണ് ആ ബ്രഷുകൾ. പലതരത്തിലുള്ള ഉണ്ട്. അപ്പം നമ്മൾ ബ്രഷസ് എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ വാട്ടർ കളറാണ്. നമ്മൾ ആ വാട്ടർ കളർ വേണം. ഇനി കുറച്ച് വെള്ളം ഒരു പാത്രത്തിലെടുക്കുക. വാട്ടർ കളർ നനയ്ക്കാനല്ലോ. ഇനി ഒരു പെൻസിൽ. അപ്പം നമ്മൾ ബ്ലൂബെറി വരച്ച് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ബ്ലൂബെറി ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാവേ. ഇനി ഇതൊന്ന് ഇറേസ് ചെയ്ത് കൊടുക്കാവേ. മായ്ക്കുമ്പോൾ ലൈറ്റായിട്ടേ മായ്ക്കാവുള്ളൂ. ഇതേപോലെ കുറച്ച് ലൈറ്റായിട്ടേ മായ്ക്കാവുള്ളൂ. നമുക്ക് കാണാൻ പറ്റണം വരച്ചിട്ടുള്ളത്. ഗൈസ്, ഇപ്പോൾ നമ്മൾ മായ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് നല്ലോണം കുറച്ചും കൂടെ ലൈറ്റായിട്ടേ കാണുള്ളൂ. ഫുള്ളായിട്ടൊന്നും കാണുന്നില്ല. അപ്പോഴത്തേക്കും നമ്മൾ വാട്ടർ കളർ അടിക്കുമ്പോഴത്തേക്കും ഈ വരച്ചത് നല്ലോണം തെളിഞ്ഞ് കാണത്തില്ല. അതിനാണ് തെളിഞ്ഞ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മായ്ക്കാൻ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമുക്ക് കാണാൻ ചെയ്യാൻ നമുക്ക് വാട്ടർ കളർ അടിക്കുമ്പം ഇതിങ്ങനെ വരച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ അടയാളം കാണും. പക്ഷേ വാട്ടർ കളർ അടിച്ചതിന് ശേഷം പിന്നെ കാണത്തില്ല. അല്ലാതെ നമ്മൾ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വാട്ടർ കളർ അടിച്ചാൽ ചിലപ്പം വാട്ടർ കളർ അടിച്ചെന്ന് പറഞ്ഞിട്ട് അത് മാഞ്ഞു പോവുന്നില്ല ഗൈസ്. പെൻസിലിൻ്റെ അടയാളം നമുക്ക് കാണാം. അതിനാണ് ഞാൻ മായ്ക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് വരച്ചു തുടങ്ങാവേ. ഉപയോഗിക്കുന്നത് ക്യാമലിൻ്റെ വാട്ടർ കളർ കേക്ക്സ് ആണ്. 24 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന് ആവശ്യമുള്ള കളേഴ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ നമ്മുടെ ലീഫിനാണ് കളർ കൊടുക്കാൻ പോകണം. അതിനുശേഷം ഞാൻ ബ്ലൂബെറിക്ക് കളർ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ലീഫിന് വേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവിടെ ലൈറ്റ് കളർ എല്ലാം ഉണ്ടല്ലോ, ലൈറ്റ് കളർ എല്ലാം എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല എക്സ്ട്രാ ഡാർക്ക് ഗ്രീനും. ഇത് രണ്ടുമാണ് നമ്മൾ ഇലയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വേണ്ട ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു ടൈനി നല്ല തുമ്പൊക്കെ ഒരു ഷാർപ്പായിട്ടുള്ള അങ്ങനത്തെ ഒരു ബ്രഷാണ് വേണ്ടത്. ഞാൻ കാണിച്ചു തരാവേ. ഞാൻ പറഞ്ഞത് ഈ ഒരു ബ്രഷാണ്. നല്ല അറ്റം നല്ല ഷാർപ്പായിരിക്കണം ഗൈസ്. നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോഴത്തേക്ക് നല്ല ഷാർപ്പായിക്കോളും. അപ്പോൾ നമ്മുടെ ലീഫിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്രഷാണ് കേട്ടോ എടുക്കുന്നത്. ബ്രഷ് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഗ്രീൻ കളറിലോട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കാവേ. ഒന്ന് വാട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ. ഗൈസ്, നമ്മുടെ കളർ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ചെയ്യുമ്പോഴത്തേക്കും ലീഫിന് ഈ നടുക്ക് നമ്മളൊരു വര വരയ്ക്കുമല്ലോ, ആ വരയ്ക്ക് പകുതി മാത്രമേ ഈ ഒരു ഗ്രീൻ കളർ അടിക്കാവുള്ളൂ. നമ്മൾ ഈ ഒരു ഗ്രീൻ കളർ അടിച്ചു കഴിഞ്ഞെന്ന് വിചാരിച്ചോളൂ. ഇനി അടുത്തത് നമ്മൾ ഡാർക്ക് ഗ്രീൻ കളറാണ് എടുക്കാൻ പോകുന്നത്. ഡാർക്ക് ഗ്രീൻ എന്ന് വെച്ചാൽ ഈ ഒരു കളറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഡാർക്ക് ഗ്രീൻ കളറേ. ബസ് ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ കളർ എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് അടിച്ചു കൊടുക്കാവേ.
ഗൈസ് അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ മൊത്തമുള്ള ഫുള്ളുള്ള ലീവ്സ് നമ്മൾ കളർ ചെയ്തെടുക്കണം. നമ്മുടെ ലീഫിന് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കളർ കൊടുക്കാനുള്ളത് നമ്മുടെ ബ്ലൂബെറീസിനാണ്. ഇങ്ങനെ ബ്ലൂബെറി കളർ ചെയ്യാൻ വേണ്ടി നേരത്തെ എടുത്തതിൻ്റെ ഒരു കുഞ്ഞ് നിബുള്ള ഒരു തരം ബ്രഷാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി അത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഈ ഒരു കുറച്ച് ലൈറ്റും ഡാർക്കും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു തരം ബ്ലൂ കാണുമല്ലോ, ആ ബ്ലൂ ആണ് നമുക്ക് ഈ ബ്ലൂ ആണേ വേണ്ടത്. അപ്പം നമുക്ക് ഈ ബ്ലൂ ഒന്ന് എടുക്കാവേ. ഇനി നമുക്ക് നമ്മുടെ ഓരോ ബ്ലൂബെറീസിലും ഈ ഒരു കളർ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഗൈസ് ഇതേപോലെ നമുക്ക് ഈ കളറ് ഫുള്ളും ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഗൈസ് അപ്പോൾ നമ്മൾ ആ ഒരു കളർ ഇതിൽ ഫുൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട കളറെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലിരിക്കുന്ന ഈ ഒരു കളർ കണ്ടോ, ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ കളറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ഭാഗത്ത് ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാവേ. ഇതേപോലെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഗൈസ് ഞാൻ ബ്ലൂബെറിക്ക് അതേപോലെ ആ ഒരു കളർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എക്സ്ട്രാ ഡാർക്ക് ബ്ലൂ ആണ് വേണ്ടത്. ഈ ഒരു ബ്ലൂവിൻ്റെ ഇപ്പുറത്തിരിക്കുന്നതാണ് ആ ഒരു എക്സ്ട്രാ ഡാർക്ക് ബ്ലൂ. ഈ ഒരു ബ്ലൂ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ ബ്ലൂബെറിയുടെ ഈ ഒരു ഭാഗത്തൊരു ഉണ്ട പോലത്തെ ഒരു സാധനം വരില്ലേ, അത് കളർ ചെയ്യാനാണ്. അപ്പോൾ അത് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂബെറി ഒന്ന് തീർത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ രണ്ടെണ്ണം കൂടെ ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ബ്ലൂബെറി ഞാനിവിടെ വരച്ച് റെഡി ആയിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ആർട്ടിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇടുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സിമ്പിൾ മെത്തേഡിൽ ഞാനിപ്പോൾ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഗൈസ് ഇനിയും ഞാൻ കുറച്ചും കൂടെ നല്ല ഡ്രോയിങ്സ് ഇടാൻ ശ്രമിക്കും ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നൊരു സഹായം വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടവരിങ്ങനെ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തത് ഞാൻ എന്താണ് വരയ്ക്കേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.